സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിൻ്റെ അമ്മ, മലയാള സിനിമയുടെ അമ്മ കവിയൂർ പൊന്നമ്മ ഇന്ന് അന്തരിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാം വിട്ടുപോയി. 79ാമത്തെ വയസ്സിലാണ് അവർ നമ്മളെല്ലാവരെയും വിട്ടുപോയത്. പക്ഷേ മലയാള സിനിമയുടെ അമ്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ മലയാളത്തിലുള്ള ഇപ്പോഴത്തെ സിനിമാക്കാർ എല്ലാവരും പറയും കവിയൂർ പൊന്നമ്മ എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ അമ്മയാണ്, മലയാളത്തിൻ്റെ അഭിമാനമാണ് എന്നൊക്കെ നമ്മൾ പറയും. അഭിമാനമൊക്കെയാണ്, പക്ഷേ അമ്മയാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരമ്മയോടും ഒരു മക്കളും ഇതുപോലെ പെരുമാറില്ല. അതുപോലെയുള്ള ചില പെരുമാറ്റങ്ങൾ കവിയൂർ പൊന്നമ്മയ്ക്ക് നേരെയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വേറൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് അവരൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സിനിമയിൽ വന്നതിൽ പിന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു അനുഭവമായിരുന്നു ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഒരു നിർമ്മാതാവ് പോയിട്ട് വാതിലിന് മുട്ടിയൊരു സംഭവം. അന്ന് അവരവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളത് കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തൻ്റെ മകളെ ഞാൻ സിനിമയിൽ കൊണ്ടുവരില്ല എന്നുള്ളതാണ്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകൾ എന്ന് പറഞ്ഞാൽ കല്യാണമൊന്നും കഴിയാത്തതാണ്. അതായത് മകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു മകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് പറഞ്ഞ ഒരു വാക്കാണിത്, എൻ്റെ മകളെ ഒരിക്കലും ഞാൻ സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവരില്ല. ഈ അഭിമുഖം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 20 വർഷങ്ങൾക്ക് മുന്നെയാണ്. അന്നാണ് ഈ കവിയൂർ പൊന്നമ്മ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ മനസ്സിൽ ഈ മലയാള സിനിമയിലുള്ള എല്ലാവരും, അതായത് പിന്നെ ഇപ്പോഴമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് ഒരു 4-5 വർഷം അവരിപ്പോൾ കിടപ്പിലായി കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് മോഹൻലാലിൻ്റെ അമ്മയാണ്, മമ്മൂക്കയുടെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അതിനു മുന്നേ അവരൊരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ചിലപ്പോഴും മൺമറഞ്ഞു പോയ നടന്മാരുടെ അടുത്തു നിന്നാവാം, ഇല്ലെങ്കിൽ മൺമറഞ്ഞു പോയ സംവിധായകരുടെ അടുത്തു നിന്നാവാം. അങ്ങനെയുള്ള ഒരുപാട് തിക്താനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരൊരിക്കലും സമ്മതിക്കൂല ഞാൻ മലയാളത്തിൻ്റെ അമ്മയാണെന്ന്, ഞാൻ മലയാള സിനിമയുടെ അമ്മയാണ് എന്ന് അവരൊരിക്കലും സമ്മതിക്കത്തില്ല. ചിലപ്പോൾ അവർ സമ്മതിച്ചു തരും, മോഹൻലാലിൻ്റെ അമ്മയാണ്, മമ്മൂക്കയുടെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അത് സമ്മതിച്ചു തരും. അതുപോലെ തിലകൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ കൂടി അവർ സമ്മതിച്ചു തരും. പക്ഷേ ഒരിക്കലും പൂർണ്ണമായിട്ടും എല്ലാ മലയാള താരങ്ങളുടെയും അതുപോലെ മലയാളത്തിൻ്റെ മൊത്തം അമ്മയാണ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും വകവെച്ച് തരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് തന്നെ, അതായത് ഒരു അമ്മയോട് കാണിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഈ കവിയൂർ പൊന്നമ്മയോട് വരെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സ്നേഹത്തെ പറ്റിയിട്ട് അവർ സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ആർക്കാണെന്ന് വെച്ചാൽ മലയാള സിനിമയിലെ അവരുടെ സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ അഭിനയിക്കുന്നവർക്കും അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് അവർ സ്നേഹം വാരി കോരി കൊടുത്തിട്ടുണ്ട്. അതായത് കവിയൂർ പൊന്നമ്മയെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. കവിയൂർ പൊന്നമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ നിറകുടമാണ്, അതുപോലെ മാതാവാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ സ്വന്തം മകൾക്ക് അവർക്ക് വേണ്ടത്ര സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മകളും അതുപോലെ കവിയൂർ പൊന്നമ്മയും തമ്മിൽ ഒരുപാട് അകൽച്ചയിലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. ഇനി അവരുടെ ഇടയിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സഹോദരി കവിയൂർ രേണുക മരിച്ചതിന് ശേഷം രേണുകയുടെ മകളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ആ കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിട്ടതുകൂടി ഈ കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്ന വല്യമ്മച്ചിയായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാ തരത്തിലും പിന്നെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്ന ഒരു വല്യമ്മച്ചി, കുടുംബ സ്നേഹമുള്ളൊരു വല്യമ്മച്ചി തന്നെയാണ് കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്ന മലയാള സിനിമയുടെ അതല്ല നമ്മുടെ കുറച്ച് ആൾക്കാരുടെ അമ്മ എന്ന് പറയുന്ന കവിയൂർ പൊന്നമ്മച്ചി. അപ്പോൾ ഇന്ന് അവരുടെ മകൾ ഈ സംസ്കാര ചടങ്ങിനൊന്നും വന്നിട്ടില്ല. അതൊരു വലിയ ചർച്ച തന്നെയായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാരാബ്ദത്തിലിരിക്കുമ്പോൾ ഒരു പക്ഷേ മകൾക്ക് ആ ഒരു സ്നേഹം കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ മകളുടെ അച്ഛനായ മണിസ്വാമി എന്ന് പറയുന്നയാൾ, അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാജയം തന്നെയായിരുന്നു. ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് ഇവർക്ക് കണ്ണീരോടുകൂടി അല്ലാതെ ഓരോ ദിവസവും സമ്മാനിക്കാത്ത ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ മണിസ്വാമി എന്ന് പറയുന്നയാൾ. അയാൾ ജീവിതത്തിലേക്ക് വന്നത് തന്നെയാണ് കവിയൂർ പൊന്നമ്മയുടെ ഏറ്റവും വലിയൊരു ദുരന്തം എന്നുപോലും നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഒരു എന്താ പറയേണ്ടത് ഒരു നല്ല മനുഷ്യനെയല്ല. എന്നിട്ടും ഇവർ പിരിഞ്ഞതിന് ശേഷം ഇദ്ദേഹം
രോഗശയ്യയിൽ കിടക്കുമ്പോഴേ കവിയൂർ പൊന്നമ്മ പോയിട്ട് ഇദ്ദേഹത്തെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അവിടെ വെച്ച് നോക്കുകയും ചെയ്തിട്ടുണ്ട്, മരിക്കുന്നത് വരെ നോക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ഇദ്ദേഹത്തോടുള്ള ആ ഒരു വെറുപ്പ് മകളോടും കൂടി കാണിച്ചോ എന്നുള്ള ഒരു സംശയമാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പലരും നല്ലവരാണ്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2010 ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പുണ്യാത്മാക്കളാണ്. സിനിമയിലുള്ള എല്ലാവരും പുണ്യവാന്മാരാണ്, വളരെ നല്ല മനുഷ്യരാണ്. അവരൊന്നും അങ്ങനെ ഒരു കാര്യവും ചെയ്യില്ല എന്നാണ്. പക്ഷേ ഒരു 10-20 വർഷം പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ഒട്ടുമിക്ക ആൾക്കാരെന്ന് പറഞ്ഞാൽ പരസ്പരം പാരവെപ്പും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തൊഴുത്തിൽ കുത്തും, പിന്നെ തമ്മിൽ കണ്ടാൽ പോലും മിണ്ടത്തില്ല. അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴല്ലേ നമ്മളൊക്കെ നോക്കുമ്പോൾ ഇവരൊക്കെ ഈ പിന്നെ എന്താ പറയുക ക്യാമറേൻ്റെ മുന്നിലും അമ്മ മീറ്റിങ്ങിൻ്റെ മുന്നിലൊക്കെ വന്നിട്ട് ചിരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊന്നുമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മകളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല, വേണ്ട വിധത്തിൽ ഗൗനിച്ചിട്ടുണ്ടാവില്ല, മകളോട് ചിലപ്പോൾ വെറുപ്പായിരിക്കാം. ആ വെറുപ്പ് മകള് ഇപ്പോഴങ്ങോട്ട് തിരിച്ചു കാണിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെയായാലും മകള് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നെയാണ് വന്നിട്ട് പോയത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മകൾ വരാത്തത്, സംസ്കാരത്തിന് വരാത്തത് എന്ന് പോലും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മലയാള സിനിമയിൽ എല്ലാവർക്കും സ്നേഹം വാരിക്കൊടുത്ത കവിയൂർ പൊന്നമ്മയ്ക്ക് സ്വന്തം കുടുംബത്തിലെ സ്വന്തം മകൾക്ക് സ്നേഹം കൊടുക്കാൻ മറന്നുപോയി. ചെറുപ്പത്തിൽ കവിയൂർ പൊന്നമ്മക്ക് കൊടുക്കാൻ കഴിയാത്ത ആ ഒരു സ്നേഹം, അത് തന്നെയാണ് കവിയൂർ പൊന്നമ്മയുടെ ഏറ്റവും വലിയ ദുഃഖവും എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒറ്റ മോള് മാത്രമേ ഉള്ളൂ. ആ മകളാണ് ഒരു പരിപാടിക്കും വരാതെ ഇന്ന് അമേരിക്കയിലാണ്. കാരണം പൈസേൻ്റെ പ്രശ്നമൊന്നുമല്ല. അവരെ പോലെയുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പൈസയുണ്ട്. ഒരു സാധാരണക്കാരനാണെങ്കിൽ നമുക്ക് വിചാരിക്കാം, അതായത് ലക്ഷങ്ങൾ വേണം ഫ്ലൈറ്റിന് തന്നെ, അതുപോലെ തന്നെ വരാൻ കഴിയില്ല എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഈ മകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള വീടും സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ പൊന്നമ്മച്ചിക്കുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകൾക്കുള്ളത് തന്നെയാണ്. ഇപ്പോഴവരുടെ ശവസംസ്കാരം നടന്ന ആ ഒരു വീട് ഇപ്പോഴേ അവിടെ ആ ഒരു വീട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവർ വിറ്റിട്ട് പോകും. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശവസംസ്കാരം നടത്തിയ ആ സ്ഥലമൊന്നും അവിടെ കാണത്തില്ല. അതായത് കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴേ അതൊക്കെ എന്ന് പറഞ്ഞാൽ തട്ടി നിരത്തിയിട്ട് വേറൊരു വീടോ ഇല്ലെങ്കിൽ വേറൊരു ബംഗ്ലാവോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടാകും. അതത്രയേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് ഇങ്ങനെയുള്ള മക്കളൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ. ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടൊക്കെ വിറ്റ് ഈ മകള് സ്വന്തം പോക്കറ്റിൽ പൈസയാക്കിയിട്ട് വിടുന്നല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞാൽ ഇതൊന്നും സംരക്ഷിച്ച് ഇവിടെ നിൽക്കും എന്നൊന്നും ആരും കരുതേണ്ട. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നെല്ലാവരും പുകഴ്ത്തി പാടാനുണ്ട്. പക്ഷേ ഒരു കാലത്ത് കവിയൂർ പൊന്നമ്മയും ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് പുകഴ്ത്തിപ്പാടുന്ന പലരും അവരെ വേദനിപ്പിച്ചവരാണ്, അല്ലാതെ അവരെ പൂർണ്ണമായിട്ട് അവരെ ചേർത്ത് നിർത്തിയവരൊന്നുമല്ല. അവരെയും പല സിനിമകളിൽ നിന്നും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പല സംവിധായകരും അതുപോലെ തന്നെ പല നടന്മാരും, അതായത് കവിയൂർ പൊന്നമ്മ വേണ്ട, മറ്റുള്ളവരെ നമുക്ക് നോക്കാം എന്നുള്ള തരത്തിൽ പോലും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പലരെയും കൊണ്ടുവന്നത് കവിയൂർ പൊന്നമ്മയ്ക്ക് പകരമായിട്ട് തന്നെയാണ്. എന്നിട്ടും അവർ മലയാള സിനിമയിൽ ആരോടും പരാതിയില്ലാതെ പരിഭവമില്ലാതെ അവർ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ അവരുടെ വായിൽ നിന്നും ഇങ്ങനെയൊരു വാക്കുകൾ വന്നു എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.